ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും നിയമം അനുസരിക്കുന്നവരാണ്, അനുസരിക്കേണ്ടവരാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ മഹാത്മജിയെ നമ്മളെല്ലാവരും ആദരിക്കുന്നുണ്ട്. മഹാത്മജി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിയമം അനുസരിക്കാനുള്ളതാണ്, അതോടൊപ്പം തന്നെ ആവശ്യം വന്നാൽ അത് ലംഘിക്കാനുള്ളതാണ് എന്നുള്ളതാണ് മഹാത്മജി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് മഹാത്മജി നിയമലംഘന സമരം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മഹാത്മജി പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ നടത്തേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായി, 5 അംഗ ബെഞ്ചിൻ്റെ വിധിയുണ്ടായി. ആ വിധി നടപ്പാക്കാൻ ഇവിടെ പലരും ഉത്സാഹം കാട്ടി ശബരിമല കേസിൽ. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായതെന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഈ കേരളത്തിലെ ഹിന്ദുക്കളെയും അവരുടെ സംഘടിത ശക്തിയെയും ഇവിടെ വിശ്വാസികളുടെയും ആ വിശ്വാസികളുടെ ഒരുമയെയൊക്കെ വില കുറച്ച് കണ്ടുകൊണ്ട് ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും അതിനെയൊക്കെ തിരുത്തി കുറിക്കാനുള്ള സംഘടിത ബോധം ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇതിനകം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ആർജിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളൂ.